ആദ്യമായിട്ട് കൂർക്കം വലി ഉണ്ടാവുന്നത് എങ്ങനെയാണെന്നുള്ളത് നമുക്ക് പരിശോധിക്കാം. അപ്പോൾ നമ്മൾ സാധാരണഗതിയിൽ നമ്മൾ മലർന്ന് കിടക്കുമ്പോൾ, നമ്മൾ ഉറങ്ങുമ്പോൾ ആണല്ലോ ഈ കൂർക്കം വലി വരുന്നത്. അപ്പോൾ അധിക സമയത്ത് നമ്മൾ ഉറങ്ങുമ്പം മലർന്നായിരിക്കും കിടക്കുക. അപ്പോൾ ആ സമയത്ത് നമ്മുടെ ഈ വായ്ക്കകത്തും തൊണ്ടയ്ക്കകത്തുള്ള പേശികൾ അത് കുറച്ച് ചുരുങ്ങും, അല്ലെങ്കിൽ ഇടുങ്ങിയതായിരിക്കും. പിന്നെ ചിലവർക്ക് ഈ ഭാഗം സ്വതവേ കുറച്ച് ഇടുങ്ങിയതായിരിക്കും, കുറച്ച് നല്ല അമിത വണ്ണമുള്ളവർ. അപ്പോൾ അവർക്ക് ഇവിടെ കൊഴുപ്പ് വന്നടിഞ്ഞിട്ട് ഈ തൊണ്ടയും ഈ അണ്ണാക്കും അതെല്ലാം കുറച്ച് വലിപ്പം കൂടുതലായിരിക്കും, നാവ് കുറച്ച് വലിപ്പം കൂടുതലായിരിക്കും. അപ്പോൾ കിടക്കുന്ന സമയത്ത് ഇതെല്ലാം കുറച്ച് പുറകോട്ട് വീഴും, ഈ ഒരു ഭാഗം ചുരുങ്ങും. അപ്പോൾ ഒരു ചുരുങ്ങിയ ഒരു ശ്വാസനാളിയിൽ കൂടെ ശ്വാസം കടന്നു പോകുമ്പോൾ അതിൻ്റെ ഭിത്തികൾ ഇങ്ങനെ വൈബ്രേറ്റ് ചെയ്യും, അല്ലെങ്കിൽ വിറയ്ക്കും. ആ വിറയലാണ് ഈ കൂർക്കം വലി ആ സൗണ്ട് ഒച്ചയായിട്ട് കേൾക്കുന്നത്. ഇനി കൂർക്കം വലി ഒരു ആരോഗ്യ പ്രശ്നമാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, വെറും കൂർക്കം വലി ആണെങ്കിൽ അത് ആ കൂർക്കം വലിക്കുന്ന വ്യക്തിക്ക് അത്ര കാര്യമായിട്ടുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാക്കില്ല, കേൾക്കുന്നവർക്കുള്ളൊരു ബുദ്ധിമുട്ട് എന്നേ ഉള്ളൂ. എന്നാൽ കൂർക്കം വലിയുടെ ഒരു വെറൈറ്റിയാണ് ഈ സ്ലീപ്പ് അപ്നിയ എന്ന് പറയുന്നത്. അപ്പോൾ ഈ കൂർക്കം വലിക്കുന്ന കുറച്ച് ശതമാനം പേർക്ക്, ഏകദേശം ഒരു 10 മുതൽ 15% പേർക്ക് ഈ സ്ലീപ്പ് അപ്നിയ എന്ന് പറയുന്നൊരു രോഗം ഉണ്ടാവും. അതിൽ സംഭവിക്കുന്നത് നേരത്തെ പറഞ്ഞ ഇടുങ്ങിയ ശ്വാസനാളി അത് പൂർണ്ണമായിട്ട് അടഞ്ഞു പോകും, കൊളാപ്സ് ചെയ്യും. ശ്വാസം ഒട്ടും കിട്ടില്ല. അപ്പോൾ നമുക്ക് ആരെങ്കിലും കഴുത്തിൽ ഞെക്കി പിടിച്ചാലോ അല്ലെങ്കിൽ വെള്ളത്തിനകത്ത് വീണാലോ ഉള്ളൊരവസ്ഥയായിരിക്കും. അപ്പോൾ അത് നിവർത്തിക്കാൻ വേണ്ടി അവർ ഉണരുമ്പോൾ വീണ്ടും കൂർക്കം വലി തുടരും. ഇതേപോലെ വീണ്ടും ആ തടസ്സം വരുന്നു. ഇതിങ്ങനെ പല പ്രാവശ്യം സംഭവിക്കുന്നു. അപ്പോൾ അതിനെയാണ് ഈ സ്ലീപ്പ് അപ്നിയ എന്ന് പറയുന്നത്. അത് ആരോഗ്യ പ്രശ്നം തന്നെയാണ്. കാരണം ഈ ഒരു തടസ്സം വരുമ്പോൾ ഉള്ളിലോട്ട് ഓക്സിജൻ കിട്ടില്ല. അപ്പം ഓക്സിജൻ്റെ ലെവൽ നോക്കിക്കഴിഞ്ഞാൽ ആ സമയത്ത് കുറവായിരിക്കും. അപ്പോൾ അത് കാലക്രമേണ പല അസുഖങ്ങൾക്കും, പ്രഷർ കൂടാനുള്ള സാധ്യത, ഹൃദയ സംബന്ധമായിട്ടുള്ള അസുഖങ്ങൾ, അങ്ങനെയുള്ള പല അസുഖങ്ങൾക്കും കാരണമാണ്. സ്ട്രോക്ക് വരാനുള്ള സാധ്യത. അപ്പോൾ അത് കാരണം ഈ സ്ലീപ്പ് അപ്നിയ ഉണ്ടെങ്കിൽ ചികിത്സിക്കണം. അതിൻ്റെ മറ്റൊരു വശം എന്ന് പറയുന്നത് ഈ ഉറക്കം പലപ്പോഴും തടസ്സപ്പെടും. അപ്പോൾ അവരുടെ ഉറക്കം സുഖമായിരിക്കില്ല, ഒരു ഡീപ്പ് സ്ലീപ്പ് ആയിരിക്കില്ല. അപ്പോൾ അത് കാരണം പകൽ സമയത്ത് അവർക്ക് ഉറക്കം വരാം. അപ്പോൾ ചിലപ്പോൾ ഈ ഡ്രൈവിങ് അല്ലെങ്കിൽ അങ്ങനെയുള്ള ഓക്യുപ്പേഷൻ അല്ലെങ്കിൽ ജോലികളിൽ ഏർപ്പെടുന്നവർക്ക് ഇതൊരു റിസ്ക് ഫാക്ടറാണ്. ചിലപ്പോൾ ഈവൻ ഈ സ്ലീപ്പ് അപ്നിയ നല്ലോണം ഉള്ളവർക്ക് ഇടയ്ക്കിടയ്ക്ക് ആക്സിഡൻസ് പോലെ വരാം. അപ്പോൾ അങ്ങനെ ആക്സിഡൻസ് വരുമ്പോഴാണ് അവർ ഇതിനെക്കുറിച്ച് ചിന്തിക്കുക.